ഹായ് വ്യൂവേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ മുന്നേ വീഡിയോയിലൊക്കെ കാണിച്ചിരിക്കുന്ന കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സും അതിൻ്റെ അപ്ഡേറ്റ്സ് ആണ് കേട്ടോ. കുറച്ച് പ്ലാന്റ്സൊക്കെ ഞാനിങ്ങനെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇന്ന പോട്ടിങ് കൊടുത്താൽ, ഇന്ന വളം കൊടുത്താൽ ഈ പ്ലാന്റിൻ്റെ സക്സസ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ട്, അതായത് ഇപ്പം എന്താണ് ആ പ്ലാന്റിൻ്റെ കണ്ടീഷൻ എന്നറിയാൻ കുറച്ച് പേർക്കെങ്കിലും താല്പര്യം ഉണ്ടാവില്ലേ. കാരണം എല്ലാ പ്ലാന്റ്സും നമ്മൾ പിന്നെ കാണിച്ചോളണമെന്നില്ല. അപ്പോൾ അത് സക്സസ് ആണോ, ഇനി എന്തെങ്കിലും ആയിപ്പോയോ, ഡാമേജ് ആണോ എന്നൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടാവും. അപ്പം ഞാൻ എൻ്റെ പരീക്ഷണത്തിൽ എനിക്ക് സക്സസ് ആയി തോന്നിയ കുറച്ച് പോട്ടിങ്ങാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത്. അപ്പോൾ ആ ഒരു പ്ലാന്റ്സുകൾ ഇപ്പോഴത്തെ കണ്ടീഷനാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഈ അഗ്ലോണിമ പ്ലാന്റൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരുപാട് തൈകളൊക്കെ വളർന്നു വരാൻ വളരെ താല്പര്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഈ ഒരു പ്ലാന്റൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്താണ്. ആ വീഡിയോയിൽ നമ്മളൊരു റീപോട്ടിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആദ്യത്തെ പോട്ടിങ്ങിൽ നമുക്ക് നല്ല സക്സസ് ആയി തോന്നിയതുകൊണ്ട് അതേ പോട്ടിങ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളെ പിന്നെ കാണിച്ചത്. ആ ഒരു പ്ലാന്റാണ് കേട്ടോ അത്. വളരെ ഹെൽത്തി ആയിട്ട് ഇപ്പോഴും പുതിയ ഷൂട്ടുകളൊക്കെ വന്നുകൊണ്ട് പോട്ട് നിറഞ്ഞിട്ട് ഇപ്പോഴും ഈ പ്ലാന്റ് വളരെ സേഫായിട്ട് എൻ്റെ അടുത്തുണ്ട് കേട്ടോ. പറ്റുന്നവരൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. ഇതെൻ്റെ 10 ക്യാരറ്റിൻ്റെ പ്ലാന്റാണ് കേട്ടോ. ഈ ഒരു മദർ പ്ലാന്റ് വെച്ചിട്ട് ഞാൻ ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കാരണം അത്രയും ഓർഡർ എനിക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ തൈക്ക് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് മാക്സിമം തൈകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതൊരു ചലഞ്ച് തന്നെയായിരുന്നു. അപ്പം ഞാൻ ഡയറക്റ്റ് നമുക്ക് ഇങ്ങനെ തൈകൾ വന്ന് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ പ്ലാന്റിൽ നിന്ന് കൂടുതൽ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു മദർ പ്ലാന്റ് വെച്ചിട്ട് ഞാൻ മാക്സിമം തൈകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും നല്ലൊരു മെത്തേഡാണ് കേട്ടോ ഈ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് നമ്മൾ പ്ലാന്റ് പുതിയ തൈകൾ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഈ ഒരു പോട്ടിൽ നിന്നാണ് ഞാനിപ്പോൾ ഈ മദർ പ്ലാന്റ് ലാസ്റ്റായിട്ട് കട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ ആ ഒരു കട്ട് ചെയ്ത ഭാഗത്തു നിന്ന് എനിക്ക് 2 തൈകൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനത് പുതിയതായിട്ട് വേറൊരു പോട്ടിലേക്ക് ചെയ്തപ്പം അതിൽ വന്ന തൈകളാണ് ഞാനിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ടുള്ള മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് തൈകൾ നമുക്കിങ്ങനെ പെട്ടെന്ന് സക്സസ് ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡ് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിൻ്റെ കൂടുതൽ തൈകൾ വന്നൊരു പോട്ടൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു മെത്തേഡിനെ ഞാൻ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു പോട്ടിൽ നിന്നാണ് ഞാൻ ആ മദർ പ്ലാന്റ് ലാസ്റ്റായിട്ട് കട്ട് ചെയ്ത് പുതിയൊരു പോട്ടിലേക്ക് മാറ്റിയത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വന്ന തൈകളാണിത്. അപ്പോൾ ആ തൈയിൻ്റെ സൈസും നമുക്ക് ഈ മദർ പ്ലാന്റ് പുതിയതായിട്ട് പോട്ട് ചെയ്തിട്ട് വന്ന തൈകളെ സൈസും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ. അപ്പോൾ അത്രയും വേഗത്തിൽ നമുക്ക് ആ സ്റ്റെമ്മ് കട്ട് ചെയ്തതിന് പ്ലാന്റ് വരികയും പുതിയ തൈ വരികയും അത്രയും സൈസായി കിട്ടുകയും ചെയ്തു. ആ സമയത്ത് ഇവിടെ ഇപ്പോൾ പോട്ടിൽ നിന്ന് പുതിയ തൈകൾ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടെ 2-3 തൈകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം അത് അവിടെ ഉണ്ട്. പിന്നെ രണ്ടാമത്തേത് ഈ ഒരു സൈഡിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ മൂന്നാമത്തേത് ഇവിടുന്ന് ഈ അത്ര വലുപ്പമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പ്രോഫിറ്റബിൾ ആണ് കേട്ടോ. ബിസിനസ് അടിസ്ഥാനത്തിലൊക്കെ ചെയ്യുന്നവർക്ക് വളരെ സക്സസ് ആണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അഗ്ലോണിമ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ തന്നെയാണ് കൂടുതൽ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് പറഞ്ഞാണ്. ഇനി എനിക്കിതാ ഈ ഒരു പ്ലാന്റ് ഞാൻ കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഇതിൻ്റെ മദർ പ്ലാന്റ് ഇനിയും കട്ട് ചെയ്യും. ആ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഓൾറെഡി വന്ന തൈകളൊക്കെ നല്ല സക്സസ് ആയിട്ട് പൊങ്ങി വന്നോളുകയും ചെയ്യും, വളർന്നോളുകയും ചെയ്യും. അതുപോലെ തന്നെ ആ സ്റ്റെമ്മ് കട്ട് ചെയ്ത് മാറ്റി പുതിയ നടുമ്പോൾ അതൊന്നും പുതിയ തൈകൾ വരും. പിന്നെ സ്റ്റെമ്മൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത്യാവശ്യം മെച്യൂർഡായ ഭാഗത്ത് വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത്. ഈ ഒരു പ്ലാന്റ് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഞാൻ കട്ട് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പറ്റുന്നവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു കേട്ടോ. എന്താ വെച്ചാൽ ഒരുപാട് മെച്ചുവേർഡ് ആവാത്ത ഭാഗത്താണ് നമ്മൾ കട്ട് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നശിച്ചു പോകാനുള്ള ചാൻസും ഉണ്ട്. ഒക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു അഗ്ലോണിമയും ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്താണ് ഒരു വളം കൊടുക്കുന്നതിൻ്റെ. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മളെ വീഡിയോയിലുണ്ട്. എന്ത് വളമാണ് എങ്ങനെയാണ് ഞാൻ കൊടുത്തതെന്നൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. കണ്ടില്ലേ, ഇതൊന്നും വരുന്ന തൈകൾ കണ്ടോ. ആ ഒരു വളം കൊടുത്തതിന് ശേഷം നമുക്ക് വരുന്ന റിസൾട്ടാണിത്. അത്രയധികം തൈകൾ പുതിയതായിട്ട് നമുക്ക് ഒന്നിച്ച് വരിക എന്നുള്ളതാണ്. അങ്ങനെ ഒന്നിച്ച് പ്ലാന്റിൽ ഇങ്ങനെ തൈകൾ വരുമ്പോഴാണ് നമ്മുടെ പോട്ട് നല്ല ബുഷിയായിട്ട് വരിക. അങ്ങനത്തെ പോട്ടുകൾ കാണാനായിരിക്കും കേട്ടോ അഗ്ലോണിമ എന്നല്ല, ഏത് ചെടിയായാലും അതിനൊരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഇതിലൊക്കെ വന്ന തൈകൾ കണ്ടില്ലേ, സൈഡിൽ നിന്നൊക്കെ ഒരുപാട് തൈകൾ വന്നിട്ടുണ്ട് നമുക്ക്. പിന്നെ വരുന്നതൊക്കെ ഏകദേശം ഒരേ ഏജിലുള്ള ഒരേ സൈസിലുള്ള തൈകളാണ്.
അപ്പോൾ അങ്ങനെ നിറഞ്ഞ് വരുമ്പോൾ നമുക്ക് ഈ പോട്ട് ഇങ്ങനെ ഫില്ലായി കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. അപ്പോൾ അഗ്ലോണിമ പ്ലാന്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ മെത്തേഡൊക്കെ ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, സക്സസ് ആവുകയാണെങ്കിൽ. കാരണം ഒരുപാട് പേർക്ക് അഗ്ലോണിമ പ്ലാന്റ് അങ്ങനെ സക്സസ് ആവാറില്ല എന്നാണ് പറയാറ്. ഒരു തൈ പോലും വരാതെ അങ്ങനെ വളർന്നു പോകുന്ന ഒരുപാട് പ്ലാന്റ് ഉണ്ടെന്ന് കുറേ പേരുണ്ട്. അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള മെത്തേഡുകളാണ് കേട്ടോ. രാസവളങ്ങളൊന്നും തന്നെ ഞാൻ ഇതുവരെ ചെടികൾക്ക് കൊടുത്തിട്ടില്ല, അതിൻ്റെ ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇതാ ഈ 2 പ്ലാന്റിൻ്റെ ഒരു പോട്ടിങ്, 3 പ്ലാന്റിൻ്റെ ആയിരുന്നു ഞാനന്ന് ചെയ്തത്. അതിലൊരു പ്ലാന്റ് എനിക്ക് ഓർഡർ വന്നപ്പോൾ സെയിലാക്കി പോയിട്ടോ. അപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെയിലാക്കാതെ വെച്ചതാണ്. അപ്പോൾ ഈ ഒരു സക്സസ് നിങ്ങൾ കാണാതെ പോരുത്. ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു വളർച്ച കണ്ടില്ല, നല്ല ഹെൽത്തി ആയിട്ട് വെൽ റൂട്ടഡ് ആയിട്ട്. കാരണം അത്രയും ഒരു ഹെൽത്തി ആയിട്ട് ഈ പ്ലാന്റ് ഈ പോട്ടിൽ നിൽക്കുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. പുതിയ തൈ വരെ എത്ര വേഗം ഇതിന്ന് വന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പോട്ടിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും ബെസ്റ്റായിട്ട് തോന്നി. ഇപ്പോൾ എല്ലാ പ്ലാന്റിനും, അഗ്ലോണിമ പ്ലാന്റ് എന്നില്ല, എല്ലാ പ്ലാന്റിനും ഞാൻ ഈ ഒരു പോട്ടിങ് മിക്സാണ് ഇപ്പോൾ ചെയ്യാറ്. കാരണം അത്രയും ഹെൽത്തി ആയിട്ട് ഈ പ്ലാന്റ് ഈ ഒരു പോട്ടിങ് മിക്സിൽ വരുന്നുണ്ട്. അധികം വെയിറ്റും ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വളരെ ഈസിയാണ്. ഈ ഒരു അഗ്ലോണിമൊക്കെ കണ്ടില്ലേ, എന്തൊരു നന്നായിട്ടാണ് വളർന്ന് നിൽക്കുന്നത്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിൻ്റെ ഫുൾ വീഡിയോ ഒക്കെ ചാനലിലുണ്ട്, എന്തൊക്കെയാണ് ഞാൻ ഇതിൽ ചേർത്തത് എന്നുള്ളത്. എനിക്ക് അത്രയും സക്സസ് ആയി തോന്നി, ഒരു 100% റിസൾട്ട് തന്നെ പറയാം. അത്രയും വന്നൊരു പോട്ടിങ് മിക്സാണ്. അപ്പോൾ അഗ്ലോണിമ പ്ലാന്റ് സക്സസ് ആവാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു പോട്ടിങ് മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ കുറച്ച് കെയറും കാര്യങ്ങളും ഒന്ന് ചെയ്യുക, പ്ലാന്റിന് വേണ്ട ഒരു കെയറും ചെയ്ത് കൊടുക്കുക. അതിൽ സക്സസ് ആവുമെന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. നല്ല രീതിയിൽ എനിക്കിത് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് അത്രയും കോൺഫിഡൻസോടുകൂടി ഞാൻ പറയുന്നു, പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അടുത്തത് ഇതാ ഈ ഒരു അഗ്ലോണിമയാണ്. എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ, ഞാൻ വീഡിയോ ഇട്ടതിൽ ഏറ്റവും കൂടുതൽ ആൾ ഇഷ്ടപ്പെടുന്ന ഒരു അഗ്ലോണിമ വെറൈറ്റിയാണ് കേട്ടോ അത്. എപ്പോഴും ഇന്ന് പോലും ചോദിച്ചു ഈ ഒരു വെറൈറ്റി സ്റ്റോക്ക് ഉണ്ടോ. ഡെയിലി ഒരു മെസ്സേജെങ്കിലും ഈ ഒരു പ്ലാന്റിന് വേണ്ടിയിട്ട് നമുക്ക് വരാറുണ്ട് കേട്ടോ. അത്രയും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു അഗ്ലോണിമയാണിത്. ഇതിൽ കളർ കയറി വരുന്നേ ഉള്ളൂ കേട്ടോ ലീഫിലൊക്കെ. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് ഏതാണെന്ന് വെച്ചാൽ ഞാൻ ആദ്യത്തെ വീഡിയോയിലൊക്കെ കാണിച്ച എൻ്റെ ആ റെഡ് അഗ്ലോണിമേനെ, നല്ല ബുഷിയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന അഗ്ലോണിമ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു പ്ലാന്റൊക്കെ മതി നമ്മുടെ ഗാർഡനിൽ. അത്രയും അട്രാക്ഷൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ടാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ തൈകൾ എനിക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലും സ്റ്റെം ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള മെത്തേഡാണ് കേട്ടോ ഫോളോ ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾ കണ്ടാൽ അറിയാതെ സ്റ്റെം കട്ട് ചെയ്തിട്ട് എൻ്റെ സൈഡിൽ നിന്ന് വന്ന തൈകളുടെ എണ്ണം കണ്ടോ. ഞാനൊരു പ്ലാന്റ് നട്ടതാണെങ്കിൽ ആദ്യം എനിക്ക് വന്നത് 4 തൈകൾ മാത്രമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ആ 4 തൈകളും ഒരുമിച്ച് കട്ട് ചെയ്തു. ഇതേത് അഗ്ലോണിമ എന്ന് മനസ്സിലാവാത്തവർക്കായിട്ട് ഇതാ ഇതിലും കളർ ഇങ്ങോട്ട് കയറി വരുന്നേ ഉള്ളൂ കേട്ടോ, കുറച്ചും കൂടെ കളർ വരാണ്ട്. ഈ 4 പ്ലാന്റ് ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്ത തൈകളാണ് കേട്ടോ. ഇതാ നല്ല രീതിയിൽ പിടിച്ചിട്ടിട്ടുണ്ട്. ആ ഒരു സമയം ഇതിങ്ങനെ പിടിച്ച് വരുമ്പോഴത്തേക്ക് തന്നെ അതിന് എത്ര തൈകൾ വളർന്നു വന്നു എന്നറിയോ. അപ്പോൾ ഇത്രയും പ്ലാന്റ് നമുക്ക് വേറെ കിട്ടുകയും ചെയ്തു, പുതിയതായിട്ട് അത്രയും തൈകൾ തന്നെ അതേ സമയം തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ എന്തൊരു പ്രോഫിറ്റാല്ലേ. അപ്പോൾ ബിസിനസ്സായിട്ട് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല മെത്തേഡ് തന്നെയല്ലേ ഇത്. അപ്പോൾ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് പ്ലാന്റുകളൊന്നും വേണമെന്നില്ല, അങ്ങനെയൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു പ്ലാന്റ് മാത്രം വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റാണ് കേട്ടോ അത്. ഇത് നല്ല ബുഷിയായിട്ട് പെട്ടെന്ന് വരുന്നൊരു അഗ്ലോണിമ വെറൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഗാർഡനിൽ അത്രയും അട്രാക്ഷനാണ് ഈ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ. നല്ല തണലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല റെഡ് കളർ, ഡാർക്ക് റെഡിലേക്ക് ഇത് ഇങ്ങനെ ഒരു ഇരുണ്ട കളറായിട്ട് കയറി വരും കേട്ടോ. അപ്പോൾ തന്നെ നല്ലൊരു അട്രാക്ഷൻ കിട്ടും. അപ്പോൾ ആ ഒരു പ്ലാന്റിൽ നിന്ന് ഞാനിതാ ഇത്രയും വേഗം ഈ ഒരു ആ തൈകൾ റൂട്ട് അവിടെ പിടിക്കുന്ന സമയം കൊണ്ടാണ് നമ്മളിന്ന് കട്ട് ചെയ്തെടുത്ത ആ സ്റ്റെം കട്ട് ചെയ്ത ആ ഭാഗത്തുനിന്ന് വന്ന ഭാഗത്തുള്ള തൈകൾ അവിടെ റൂട്ട് ക്ലിയർ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ പ്ലാന്റിൽ നിന്ന് ഇതാ 10 കൂടുതൽ തൈകൾ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. പുതിയ തൈകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും. അപ്പോൾ അത് എത്ര പ്രോഫിറ്റാല്ലേ, ചിന്തിക്കുമ്പോൾ തന്നെ അറിയാലോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇത്രയും തൈകൾ ഉണ്ടായി കിട്ടുക എന്നുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണം എന്നാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഈ ഒരു പ്ലാന്റ് മാത്രമായിട്ടൊക്കെ ബിസിനസ്സായി ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് തന്നെ മതി നമുക്ക് സക്സസ് ആയി കിട്ടാൻ. അപ്പോൾ എല്ലാ അഗ്ലോണിമയിലും ഇത് സക്സസ് തന്നെയാണ് കേട്ടോ. ഞാൻ എൻ്റെ അടുത്തുള്ള എല്ലാ വെറൈറ്റീസിലും ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. എനിക്ക് കൂടുതൽ ഡിമാൻഡ് വരുന്നതിന് ഞാൻ കൂടുതലായിട്ടും ഈ ഒരു മെത്തേഡ് തന്നെ ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ അത് സെപ്പറേറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ തൈകളിൽ നിന്നും നമുക്ക് ഇതുപോലെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അത്യാവശ്യം മെച്ചേർഡായി കഴിഞ്ഞാൽ നല്ലൊരു മെച്ചേർഡായ ഭാഗത്ത് വെച്ചിട്ട് ആ പ്ലാന്റ് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു സ്റ്റെമ്മിൽ തന്നെ ഒരുപാട് തൈകൾ വരും. എന്തായാലും ഒന്ന് കൂടുതൽ തൈകൾ വരാറുണ്ട്, അത് തന്നെ ഒരു പ്രോഫിറ്റ് അല്ലേ.
പറ്റുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. പിന്നെ അതാ ഈ ഒരു അഗ്ലോണിമ ഞാൻ കാണിക്കുന്നത് എന്തിനാ വെച്ചാൽ ഇത് ഞാൻ ഇപ്പോൾ കുറേ തൈകൾ പറിച്ചെടുത്ത് പോയിട്ടോ. എന്താ വെച്ചാൽ അത്രയും ഓർഡർ വന്നപ്പോൾ നമുക്ക് ഒരു 1000-ൻ്റെ റേഞ്ചിലൊക്കെ നമുക്ക് ഓർഡർ വരുന്നവർക്ക് ഈ ഒരു പ്ലാന്റ് ആയിട്ടില്ല എന്ന് പറയാൻ മടിയായതുകൊണ്ട് ഞാൻ അത്യാവശ്യം ഇങ്ങനെ ബുഷി പോട്ടൊന്നും അനക്കാറില്ല. കാരണം എനിക്ക് അത്ര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പോട്ട് നിറഞ്ഞ് നിൽക്കുന്ന പ്ലാന്റുകൾ കാണാൻ. അതുകൊണ്ട് മാക്സിമം ഞാൻ ഷൂട്ടൊന്നും അങ്ങനെ എടുക്കാറില്ല. പക്ഷേ ചില ഓർഡേഴ്സിന് നമുക്ക് കൊടുത്തേ മതിയാവൂ എന്നുള്ളതുകൊണ്ട് നമ്മളെടുത്തതാണേ. അത്യാവശ്യം കുറച്ചും കൂടെ തൈകളുണ്ടായിരുന്നു. ഒരു 10 തൈ കൂടെയൊക്കെ ഈ പോട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ കട്ട് ചെയ്തെടുത്തോണ്ടാണ് കേട്ടോ അത്ര ഒരു ബുഷിയായിട്ട് തോന്നാത്തത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്തിനാണ് കാണിക്കുന്നത് വെച്ചാൽ കുറേ പേരുടെ സംശയമാണ് മണൽ ചേർക്കാൻ കിട്ടാഞ്ഞാൽ എംസാൻഡ് ഉപയോഗിക്കാൻ പറ്റുമെന്ന്. കുറച്ച് വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും പുതിയതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ദാ ഈ ഒരു പ്ലാന്റ് ഞാൻ മണലിന് പകരം എംസാൻഡ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചെയ്ത്. ഇനി ആർക്കെങ്കിലും ഡയറക്റ്റ് എംസാൻഡ് ഉപയോഗിക്കാൻ പേടിയുണ്ടെങ്കിൽ അതൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കുക. പ്ലാന്റിന് ഒരു ഡാമേജും വരാൻ ഒരു ചാൻസും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ദാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പറ്റുന്നവരൊക്കെ പരീക്ഷിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക്